ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വിഷുവിൻ്റെ സ്പെഷ്യൽ വ്ളോഗാണ്. രാവിലെ തന്നെ ചിക്കനെല്ലാം മേടിക്കാൻ വേണ്ടി ഷോപ്പിൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട്. വേഗം തന്നെ നമുക്ക് സാധനമെല്ലാം കിട്ടിയിട്ടുണ്ട്. വെറുതെ അവിടെ ഇവിടെ നിന്ന് തട്ടി തട്ടി കളിക്കുകയാണ്. എനിക്ക് കുറച്ച് പെട്രോളും കൂടി ഒപ്പിക്കാനുണ്ട്. ഉച്ചയ്ക്ക് ശേഷം പെട്രോൾ പമ്പ് ഓർക്കൂലല്ലോ. അപ്പോൾ നേരെ പെട്രോൾ പമ്പ് പോയിട്ട് വരാം. ഗൈസ്, നമുക്കിതാ റോഡ് സൈഡിൽ തന്നെ ഒരു കുപ്പി ഇട്ടിട്ടുണ്ട്. എനിക്ക് കുറച്ച് പെട്രോൾ അടിക്കാം. അങ്ങനെ പമ്പിലെത്തി പെട്രോളെല്ലാം ശേഖരിച്ചിരിക്കുന്നത്. വണ്ടി മൊത്തം ഫില്ലാക്കി ഒരു 100 രൂപയ്ക്കും അടിച്ചിട്ടുണ്ട് ഗൈസ്. വലിയ നേരെ തന്നെ പമ്പിലുണ്ട്. ഭയങ്കര തിരക്കാണ് ഗൈസ്. പോകുന്ന വഴിക്ക് തന്നെ വെള്ളം കുടിക്കേണ്ടിയിട്ട് ഒരു പൈപ്പിൻ്റെ അടുത്തേക്ക് പോവാണേ. അപ്പോൾ അവിടുത്തെ സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാം. വെള്ളത്തിന് ദാഹിച്ചു തരാം. വെള്ളം കുടിക്കാൻ വന്ന ഇന്നത്തെ പത്രം അവിടെ ഉണ്ട്. പിന്നെ വെള്ളം കുടിക്കുന്നവർക്ക് മാങ്ങയുണ്ട്. അങ്ങനെ വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട്. വെക്കുമല്ല, ഇരിക്കുക വേണ്ടല്ലേ. വെള്ളം അലൂമിനിയാണ് ഗൈസ്. അമൂല്യമാണ് ഗൈസ്. കണ്ടമാനം മാങ്ങയെല്ലാം പെറുക്കി വെച്ചിട്ടുണ്ട്. നാട്ടുമാങ്ങ വേറെ. ഇതെന്ത് വാങ്ങിയാലോ? നമ്മളോട് കുറുക്ക മാങ്ങയെല്ലാം പറയും. അല്ലാതെ നമുക്കിപ്പം മാങ്ങ ആവശ്യമില്ല. രാവിലെ തന്നെ ആരും മാങ്ങ കഴിക്കാനാ. 9 മണി ആയിക്കുള്ളൂ. പെരുന്നായിക്ക് ഒരു സംഭവം കണ്ടിട്ടുണ്ട്. അല്ല, നമ്മളൊരു സംഭവം കണ്ടിട്ടുണ്ട്. അതെല്ലാം നിറയെ ആൾക്കാരൊക്കെ ഉണ്ടാ. സംഭവം എന്ന് വെച്ചാൽ ഫോട്ടോഷൂട്ടാണ്. വയലിൽ പോത്തിനെ കെട്ടിയെല്ലാം നിറച്ച് മനുഷ്യന്മാരാണ്. അങ്ങനെ ഇങ്ങോളം വരെ. സംഭവം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഫോട്ടോഷൂട്ടാ സംഭവം. ഭയങ്കര ഇത്രയും വലിയ എന്താ പറയാ, വലിയ സ്ഥലമാണ് ഇപ്പോൾ മനസ്സിലാവില്ല. വരുന്നായിക്ക് തന്നെ എന്തൊക്കെയോ സാധനം മേടിക്കേണ്ടിയിട്ട് അമ്മ പറഞ്ഞിരിക്കുന്നു. കണ്ട പീടികയിലെല്ലാം കയറി ഓരോ സാധനങ്ങൾ മേടിച്ചിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ പറഞ്ഞ് നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലാണെങ്കിൽ സാധനമെല്ലാം മാരെ കുറക്കാണ്. അമ്മ എന്തെല്ലാം അടുക്കളയിൽ നിന്ന് ചെയ്യുന്നുണ്ട്. എന്തായാലും ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് ഓളെയും വിളിച്ചുണർത്താം. അങ്ങനെ വിഷുക്കോടിയെല്ലാം ഇടുന്നതിൻ്റെ ഇടയ്ക്കാണ് ഒരു ഐസുകാരെ നമ്മുടെ വീട്ടിൻ്റെ മുന്നിൽ കൂടി തന്നെ ബൈക്ക് മേലെ ചീറിപ്പാഞ്ഞ് പോകുന്നത് കാണുന്നത്. പിന്നെ അവിടുന്ന് ഐസ് വാങ്ങാണ്ട് രക്ഷയില്ല. അങ്ങനെ ഞാനും സാനുവെല്ലാം കൂടി വണ്ടി സൈഡാക്കിച്ചിട്ടുണ്ട്. പണ്ടത്തെ നൊസ്റ്റാൾജിക് പരിപാടിയാണേ. സനൂത് അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നാ വാങ്ങുന്നതെന്നല്ലോ. നട്ടുച്ചയ്ക്ക് എഴുന്നേറ്റ് വന്നിട്ട് എന്തെല്ലോ ചെറവറ പറയുന്നുണ്ട്. അവസാനം 2-3 ഐസ്ക്രീം ഞാനും വാങ്ങിയിട്ടുണ്ട്. എണ്ണിത്തിട്ടപ്പെടുത്തിയാണേ വാങ്ങിയേ. ഐസ്ക്രീം വാങ്ങിയെന്ന് കണ്ടേരോ സനു വേഗം അകത്തേക്ക് കയറിപ്പോയി. കാരണം അവളെ പേരെടുത്ത് വിളിച്ചിട്ടൊക്കെ കൊടുക്കണോ. അങ്ങനത്തെ ചില സ്വഭാവങ്ങൾ സനുവിനുണ്ടേ. അതവിടെ ഉണ്ട് കണ്ടാ നിൽക്കുന്നത്. എല്ലാം വാങ്ങിയെന്ന് അറിഞ്ഞേരോ ഒന്നും അറിയാത്തതിൻ്റെ തൊട്ട് എന്നെ വന്നിട്ട് അടിയോടടിയാണേ. എന്തൊക്കെയോ തള്ളും വിട്ട്. അങ്ങനെ അവസാനം ഒരു ഐസ്ക്രീം എല്ലാം വാങ്ങി കഴിച്ചിട്ടുണ്ട്. കുട്ടികളെ കരുതും പോലെ അവൻ്റെ ആദ്യം ഞാക്കെല്ലാം വാങ്ങി തരാൻ പറഞ്ഞാൽ വാങ്ങി തരില്ല. ഇപ്പം ഞാൻ വാങ്ങിക്കൊണ്ടു. കുറച്ച് സമയത്തിന് ശേഷം അമ്മ അടുക്കളയിൽ നരങ്ങത്തെന്ന് പറഞ്ഞതിൻ്റെ തൊട്ട് വന്നിട്ടുണ്ട്. എന്തൊക്കെയോ പണിയില്ലേനു. അങ്ങനെ നമ്മൾ രണ്ടാളും കൂടി ഇതാ റോഡിലെല്ലാം നോക്കി ഐസ്ക്രീം ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുവാണേ. അപ്പോൾ ഗൈസ്, വിഷുവിനുള്ള ഓരോ സ്പെഷ്യലുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് തന്നെ പൊരിച്ച മീൻ, അച്ചാറ്, സാമ്പാർ, ഇതെന്നാമേ മാങ്ങ മീൻകറി, ചോറ്, അങ്ങനെ രണ്ട് ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇതൊക്കെ വിളമ്പി തരാനായിട്ട് ഗോപിക ഇവിടെ വെച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ഐറ്റംസ് ആയിട്ട് മോള് പെറുക്കി എടുത്തോളൂ. അല്ല, പെറുക്കിന്ന് എന്തെങ്കിലേക്ക് തട്ടിയിട്ടോളൂ. നമുക്കെല്ലാം ഒരുമിച്ച് കഴിച്ചൂടെ ഗോപിക? ഗൈസ്, ഇലയിലും കഴിക്കണ്ടേ. പിന്നെ ഇലയൊന്നും മുറിച്ചില്ല. നല്ല സാമ്പാർ തന്നെയാണ് തോന്നുന്നല്ലേ. കുയി തന്നെ വെച്ചോ. വാ, എല്ലാവരും കൂടി ഇരിക്കുക. അപ്പോൾ ഇതാ എല്ലാ സാധനവും വിളമ്പിയിട്ടുണ്ട്. ക്ലിയറില്ലേ? മീൻകറി, സാമ്പാർ, മീൻ പൊരിച്ച്, പച്ചടി, അച്ചാറ്, സാധനം ഇത് നമുക്ക് ചോറിന് ഇത് കൊള്ളാണ്ടിരിക്കാനാണ്. എന്ത് കണ്ടിരിക്കാൻ സാധനം ഒളിപ്പിച്ചിട്ടുണ്ട്. ചോറ് തിന്ന് പകുതിയായിട്ട് അമ്മ ചിക്കനെല്ലാം കൊണ്ടുവന്നിട്ട് അപ്പോൾ ഗൈസ്, അവസാനം പായസം കുടിക്കാൻ വെച്ചോ. ചെറുപയറിൻ്റെ പായസമാണ്.
കൈയൊന്നും പൊങ്ങുന്നില്ല. അമ്മയെ സനുവെല്ലാം കഴിക്കുന്നതാണ്. അമ്മ ഇത് അമ്മ ഒരു ഹായ് പറ ഇങ്ങോട്ട്. എന്തെന്നാ കോലോ? എന്താ ഫുഡ് കഴിച്ചിട്ട് എങ്ങനെ ഇറങ്ങി പോടാ നായ? ഭക്ഷണം കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? അതിനത് ചോദിച്ചു. നമ്മളിത് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നതാണ് വയറെല്ലാം ഫില്ല് ചെയ്തിട്ട്. സനുവോ എന്തെങ്കിലും ഒന്ന് പറ. വീഡിയോ ഇങ്ങനെ രാവിലെ മുതൽ ഞാൻ അടുത്തേക്ക് വരുന്നു വീഡിയോൻ്റെ അകത്തൊന്ന് കറക്റ്റായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട്. പക്ഷേ സനുവിന് ഒടുക്കത്തെ ജാട. അമ്മയാണെങ്കിൽ ഒടുക്കത്തെ പണിയില്ലു. അമ്മയുടെ ഇപ്പം കുളിക്കാൻ പോയിക്ക്. അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് എന്തായാലും കുറച്ച് നേരം സംഭാഷണങ്ങളെല്ലാം ആയിട്ട് ഇന്നത്തെ വിഷു നമുക്കൊന്ന് അടിച്ച് പൊളിക്കാം. അടുത്തതായിട്ട് കൈനീട്ടം കൊടുക്കൽ പരിപാടിയാണ്. മമ്മി മമ്മി ഇതാ കൈനീട്ടോ. അതുപോലെ ചേട്ടിലെല്ലാം എന്തെല്ലാം തിരിക്കിടുവെല്ലാം ചെയ്തിട്ടില്ല പരിപാടി. ഒന്നെടുക്കും മോളെ. 10 അല്ല 20 ഒന്നേ എടുക്ക്. ഒന്നൊരാൾക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും 2 വർത്താനം പൈസ എന്നല്ലേ. ഞാൻ വിചാരിച്ചത് 500. 1000 തരാൻ സലുവോ ഇവന്റെ അടുത്ത് നിധി തന്നെ കിട്ടിയോ? അപ്പൊ ഗൈസ് വിഷുവിന് ഇതാ കൈനീട്ടെല്ലാം കൊടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. അമ്മ ചേട്ടിൽ ഓരോന്ന് ഇടുവല്ലേ. അമ്മ ഇന്നലെ തന്നിക്ക്, അതുകൊണ്ട് ഇതിനൊന്നും പറയുന്നൊന്നുമില്ല. സനുവായി പാർക്കും 5 പൈസ തരാത്തെ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ കൊടുത്ത് വിഷു കൈനീട്ടെല്ലാം കൊടുത്തിക്ക്. പണിയില്ലാത്തവരെല്ലാം വാങ്ങി. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി നമുക്ക് കുറച്ച് പടക്കെല്ലാം പൊട്ടിക്കാം. രാത്രി കുറച്ച് പടക്കെല്ലാം പൊട്ടിക്കും. അതോടുകൂടി നമ്മളെ വിഷു അവസാനിക്കുമ്പോഴാണ്. അപ്പൊ എന്തായാലും ഇനിയിപ്പോ എന്തായാലും നൈറ്റ് നമുക്ക് കുറച്ച് പടക്കം പൊട്ടിക്കുന്ന വീഡിയോ എടുക്കാം. ഓക്കെ അല്ലേ?